എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റിയാസ് നർമ്മകലയാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ നിന്നുള്ള പോസ്റ്റാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. രോഗിയായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഒരാഴ്ചത്തെ ആശുപത്രിവാസം ഇന്ന് അവസാനിച്ചു. ഫുഡ് പോയ്സൺ അടിച്ച് നല്ല അസല് പണി കിട്ടി. എന്തോ തിന്നോ കുടിക്കുകയോ ചെയ്തതാണ്, എവിടാന്നറിയില്ല. ഇപ്പോൾ ഭക്ഷണം കാണുമ്പോൾ തന്നെ പേടിയാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ 3-4 കിലോയും പോയി. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥനകളുള്ളത് കൊണ്ടാകാം കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടൊക്കെ അങ്ങ് നീങ്ങിപ്പോയി. അനുഭവിച്ച് ചീട്ടുകീറിയതിൻ്റെ വെളിച്ചത്തിൽ പറയുക, പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. നടക്കില്ല എന്നറിയാം, എന്നാലും ശ്രദ്ധിക്കുക. നോട്ട് റീൽ ബട്ട് റിയൽ എന്ന് പറഞ്ഞാണ് റിയാസ് നർമ്മകല ഈ പോസ്റ്റ് പ്രേക്ഷകർക്കായി പങ്കുവച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ടലിലും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ അടുത്തൊരു ഹോട്ടൽ കണ്ടു. മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഈച്ചയെക്കുറിച്ച് കുറ്റം പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നത് അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു ഹോട്ടൽ മുതലാളി. ഈച്ചയുണ്ടെങ്കിൽ അവിടെ മാലിന്യമുണ്ട്, ആ മാലിന്യത്തിൽ നിറയെ പുഴുക്കളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഈച്ചയെങ്കിലും ഒരു ഹോട്ടലിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ പരിസരത്തേക്ക് പോലും പോകരുത്. ഇതുപോലെയുള്ള ഈച്ചകളും മറ്റുമാണ് പലപ്പോഴും നമ്മുടെ ആഹാരത്തിൽ വന്നിരിക്കുകയും അതിങ്ങനെ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുകയുമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പരിസരം നന്നായിട്ട് ശ്രദ്ധിക്കുക. വൃത്തിഹീനമായ ഹോട്ടലുകളിൽ ഒരിക്കലും കയറരുത്. പിന്നെ പറ്റുമെങ്കിൽ ആ കിച്ചണൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കാനും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ടോ എന്ന് മനസ്സിലാവുകയും കഴിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യാം. നിങ്ങൾ ചെന്ന് കയറിയിട്ട് വൃത്തിയില്ലെങ്കിൽ വൃത്തിയില്ല എന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരിക. നിങ്ങളുടെ ആരോഗ്യം അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം ഹോട്ടൽ മുതലാളിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നതല്ല, ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ ചിലവാക്കുക എന്നതല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.